മനുഷ്യർക്ക് എന്തുമാത്രം ആകുലതകളും ടെൻഷനുകളും ഒക്കെയാണ് അല്ലേ? ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ നമ്മളൊക്കെ നേരിടുന്നുണ്ട്. പല പ്രശ്നങ്ങളും ആളുകളോട് ഒത്തിരി നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ചിലപ്പോൾ കൗൺസിലിംഗ് റൂമുകളിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നല്ല സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാറുണ്ട്. ഒരു പരിധി വരെ നമുക്ക് ആശ്വാസം കിട്ടും, സത്യമാണ്. പക്ഷെ 100% നമ്മളെ ആശ്വസിപ്പിക്കാൻ ഒരു മനുഷ്യനും പറ്റില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, ആ ദൈവമാണ്. 94-ാം സങ്കീർത്തനം 19-ാം വാക്യം ഇങ്ങനെയാണ്: എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. അതായത് 100% നമ്മളെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ ഈശോയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ, പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം ഈശോയോട് കൺസൾട്ട് ചെയ്യണം. ഈശോയോട് പോയിട്ട് എല്ലാം പറയണം. പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒരു ദിവികാരുണ്യ ആരാധനയിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുവാണെങ്കിൽ അവിടെ പോയിരിക്കണം. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിനൊരു ആശ്വാസം ഈശോ തന്നുകൊള്ളും. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.